ഗായ്സ്, അപ്പോൾ കുറേ ആയി ഞാനൊരു ലോങ് വീഡിയോ ആയിട്ടിട്ട് ലാസ്റ്റ് ഇട്ടത് പെരുന്നാക്കാന്ന്. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുന്നുണ്ടായി, ഷോർട്ട് വീഡിയോ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിട്ടായിരുന്നു ഇടുന്നത്. എനിക്ക് മൊത്തം എക്സാം ആയിരുന്നു. എന്താ ഒരു ദിവസം പോലും ഇടവേളയില്ലാതെ ഒരു എക്സാം ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫ്രീ ആയി. എനിക്ക് എന്താ പറയുക, ഇപ്പോൾ ആ എക്സാംസ് എല്ലാം കഴിഞ്ഞിട്ടപ്പോൾ എൻ്റെ തലേന്ന് വലിയൊരു ഭാരം ഇറക്കി വെച്ചായിരുന്നു. കാരണം ഞാൻ മര്യാദയ്ക്ക് ഉറക്കം പോലും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ ആ സമയത്ത് ഒന്ന് കിട്ടിയാൽ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ ആക്കുന്നത് ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ എൻ്റെ എക്സാംസ് എല്ലാം കഴിഞ്ഞു. ഇന്ന് ഞാൻ പോകാൻ പോകുന്നത് ഒരു സോളോ ഡേറ്റിനാണ്. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെന്ന്. അതായത് എനിക്കെന്താ ഇഷ്ടം, എനിക്കെന്ത് ചെയ്യണം, എനിക്കെന്തെങ്കിലും പോകണം, എനിക്കെന്തെങ്കിലും കഴിക്കണം. ഇന്ന് പ്രയോറിറ്റി എന്ന് പറയുന്നത് എനിക്കായിരിക്കും. എനിക്കെന്ത് ചെയ്യണം, എനിക്കെന്ത് വേണം, അത് ഞാൻ സാധിച്ചു കൊടുക്കും. അങ്ങനത്തെ ഒരു ദിവസമാണ്. എനിക്ക് തോന്നുന്നു ആസ് എ ഗേൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എനിക്ക് ഭയങ്കര ഒരു പ്രൗഡായിട്ട് തോന്നുന്നുണ്ട്. ഇത് ചിലപ്പോൾ എല്ലാവർക്കും തോന്നണമെന്നില്ല. കാരണം ഇന്ന് എനിക്ക് എന്തൊക്കെ ചെയ്യണം. നമ്മളിപ്പോൾ കുറേ പേരുണ്ടാവും, നമ്മൾ ജീവിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യുന്നുണ്ടോ? അതായത് നിങ്ങളുടെ സെൽഫിനെ നിങ്ങൾ സ്വയം തൃപ്തിപ്പെടുത്താൻ നിങ്ങൾക്ക് കൊണ്ട് പറ്റുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ ജയിച്ചെന്നാ പറയാം, ലൈഫിൽ ഞാൻ ജയിച്ചെന്നാ പറയാം. കാരണം നമ്മൾ ശരിക്കും നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമുക്കാണ്. കാരണം മറ്റുള്ളവരെന്ന് കിട്ടുമെന്ന് വെച്ചിട്ട് നമ്മളൊന്നും ചെയ്യാണ്ടെന്നാൽ അവർ നമ്മളെ സന്തോഷിപ്പിക്കുന്ന വെച്ച് നിന്നാൽ അതൊരിക്കലും നടക്കുന്നുണ്ടാവില്ല, നമ്മൾ സന്തോഷിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാൻ നിങ്ങൾക്ക് തന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. ബാക്കിയുള്ള റബ്ബ് നമുക്ക് തന്നോളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ സോളോ ഡേറ്റിൻ്റെ വിശേഷമെല്ലാം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളും കാണാം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ ഇനി ഈ വീഡിയോ കണ്ടിട്ട് കുറച്ച് നാൾ ചോദിക്കണം എൻ്റെ പൊരക്കാർക്കൊന്നും പ്രശ്നമില്ല, നീ ഇങ്ങനെ പോകുന്നത് അങ്ങനെ എന്നോ എൻ്റെ പൊരക്കാരൊക്കെ ഒരു പ്രശ്നമില്ല. എൻ്റെ പൊരക്കാർ പണ്ടത്തെ ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആൾക്കാരല്ല. മൊത്തത്തിലല്ല എന്നല്ല, ഞാൻ പറഞ്ഞാൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മെയിൻ തിങ്, ഞാൻ ഇന്ന് എനിക്കായിട്ട് ചിലവഴിക്കുന്നത് ഇത് മൊത്തം ഞാൻ എൻ്റെ പൈസയൊക്കെ തന്നെയാണ്, ഞാൻ അധ്വാനിച്ചിട്ടുണ്ടാക്കിയ പൈസയൊക്കെ തന്നെയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ പൊരക്കാരെന്നോ എൻ്റെ ബ്രദറിൻ്റെന്നോ അല്ലെങ്കിൽ എൻ്റെ വേറെ ആരെയില്ലെന്നോ ഞാൻ മേടിച്ച പൈസയല്ല. ഞാൻ എൻ്റെ സ്വന്തം പൈസക്ക് ഞാൻ തന്നെ എന്നെ ട്രീറ്റ് ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോൾ വേറെ ആൾക്കെല്ലാം ട്രീറ്റ് കൊടുക്കും, അത് നമ്മുടെ വേറൊരു തരത്തിലുള്ള സന്തോഷം. പക്ഷെ നിങ്ങൾ സ്വയം ട്രീറ്റ് ചെയ്ത് നോക്കുക, ഇറ്റ്സ് വെരി അമേസിങ് എന്ന് പറയാം. പിന്നെ ഒറ്റയ്ക്ക് പോകാനാകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര അയ്യോ ഓരെന്ത് വിചാരിക്കും, ഒരു റെസ്റ്റോറൻറ്റിൽ കയറാൻ പേടി, സിനിമയ്ക്ക് പോകാൻ പേടി, അങ്ങനെയൊക്കെ വിചാരിച്ച് ജീവിക്കാൻ നിന്ന മക്കളെ നിങ്ങൾ ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കാൻ ഉണ്ടാവില്ല. സന്തോഷത്തോടെ ജീവിക്കാനുണ്ടാവും, പക്ഷെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. എപ്പോഴും മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു വെച്ചിട്ട്, ഞാൻ അതിൻ്റെ അധികം വീഡിയോസിൽ പറയുന്നത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു വിചാരിച്ചിട്ട് നമ്മൾ ഇരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എൻ്റെ വീഡിയോ എന്തായിട്ടും ഫുള്ള് കാണാം. ഫസ്റ്റ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടത് മൂവിക്ക് പോകാനാണ്. ഞാൻ തുടരുമെന്ന് നിങ്ങൾക്ക് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സായിട്ട് പോകാനും പറ്റില്ല, ഫാമിലി ആയിട്ടും പോകാനും പറ്റില്ല. അങ്ങനെ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ എൻ്റെ സോളോ ഡേറ്റിന് ഞാൻ മൂവിക്ക് ഇതിന് തന്നെയാണ് പോകാമെന്ന്, തുടരും കാണാമെന്ന്. പക്ഷേ സീറ്റ് ഉണ്ടായിട്ട് ഒറ്റ സീറ്റ് എനിക്ക് ബാക്കിൽ കിട്ടിയത്. ഞാൻ എന്തായാലും ഇപ്പം ഇറങ്ങിയാൽ എനിക്ക് കറക്റ്റ് സമയത്ത് എത്താൻ പറ്റും അങ്ങോട്ട്. ഞാൻ എന്തായാലും ഇറങ്ങുന്നത്. അപ്പം ഞാൻ പോയിട്ട് വരുന്നു. തുടരും സിനിമക്കാ ടിക്കറ്റ് ഇല്ല. ലിബർട്ടിയിൽ ഉണ്ടാകുന്നറിയില്ല, ഞാൻ സവിതാലില്ല, ലിബർട്ടിയിൽ നോക്കണം. ഇല്ല അങ്ങ് മറ്റേ ഇവിടെ സെക്യൂർ സെൻറ്ററിൽ നോക്കണം. അവിടെ എന്ത് ഫുഡ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഞാനിവിടെ സവിതാല എടുത്തില്ല, ഞാൻ നോക്കാം. റസിക്ക് ക്ലാസ്സായി തോന്നുന്നു ഞാൻ പോകാൻ വേണ്ടിയിട്ട് പോകാൻ. 5 മണിക്ക് 8 മണിക്കാകാൻ പറ്റും ഇങ്ങക്ക് പോകാനാ. അപ്പോൾ ഞാൻ ഓർക്ക് ടിക്കറ്റ് ഉണ്ടാകും, നോക്കട്ടെ എന്തായാലും. ഗൈസ്, റസിക്ക് തുടരുന്ന ടിക്കറ്റ്, ഞാൻ ടിക്കറ്റ് ഇല്ലാതെ ചെല്ലിനോളോട്. എന്നിട്ട് ഓൾക്ക് വിശ്വാസമില്ല. ഞാൻ നോക്കി, ഓൾക്ക് ടിക്കറ്റ് ഇല്ല. എനിക്കിതിന് ഒരാൾക്കായതുകൊണ്ട് എനിക്ക് ബാക്കിൽ കിട്ടി, എന്തോ ഒരു ഭാഗ്യത്തിൽ കിട്ടിയതാണ്. എനിക്ക് തുടരും കിട്ടുന്നില്ല. മറ്റേ ആലപ്പുഴ ജിങ്കാനയാണ് ആ വണ്ടർ സിനിമയിലെ, അതിലേക്കുണ്ട്. പക്ഷെ തുടരും സിനിമയിലേക്ക് ഇല്ല. ഞാൻ ഇപ്പം ഞാൻ ഇറങ്ങി നടക്കുവാണ്. എൻ്റെ ഫേസിൽ ഞാൻ ചിലപ്പോൾ മനസ്സിലാക്കാൻ ചെറിയായിട്ടൊരു ടെൻഷനൊക്കെ ഉണ്ട്, പോയിട്ട് എങ്ങനെയാവും എന്തൊക്കെ ആവും. ഞാൻ വിചാരിച്ചുകൊണ്ട് ചിലപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഈ സോളോ ഡേറ്റിൽ നിന്ന്
പക്ഷേ എനിക്കിത് വളരെ ഇഷ്ടമായി. ഞാൻ എന്നിട്ട് ബസ് വഴിയാണ് ഞാൻ പോയത്. ആദ്യം ഒരു ബസ് കയറി, പിന്നെ അവിടെ നിന്ന് സ്റ്റേറ്റ് ബാങ്കിൽ ഇറങ്ങിയിട്ട് വീണ്ടും ഒരു ബസ് കയറിയിട്ട് അങ്ങനെയാണ് പോയത്. എൻ്റെ ഷോ വന്നത് 1:45 ഷോ ആണ്. ഞാൻ ഉച്ചക്കുള്ളതാണ് എടുത്തത്. അതുകൊണ്ടാണ് ചുട്ട വെയിലത്ത് പോയിരുന്ന് ഇറങ്ങിയത് തന്നെ. എന്നിട്ട് ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത്, ടിക്കറ്റ് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് മറ്റേ പുരാ സാധനം എടുക്കുമല്ലോ നമുക്ക് കാണിച്ചിട്ട്, അതെടുത്ത് എന്നിട്ട് എൻ്റെ സീറ്റിൽ വന്നിട്ട് ഇരുന്നിട്ടുണ്ട്. സ്റ്റിൽ എനിക്ക് ഇങ്ങനെ എന്നെ ഫിഗർ ചെയ്യാൻ പറ്റുന്നത് ഞാനിങ്ങനെ ഒറ്റക്കാണല്ലോ വന്നതെന്ന്. എൻ്റെ അപ്പുറത്തൊരു ഒരു പാട്ടൊരു എൻ്റെ ഉപ്പൻ്റെ പ്രായമുള്ള ഒരാളായിട്ടോ ഇരുന്നിട്ടുണ്ടായത്. എന്നിട്ട് ഇത് ഫസ്റ്റ് ഇൻ്റർവെല്ല എനിക്കൊരു കോഫി കുടിക്കാൻ തോന്നി. എന്നിട്ട് വേറെ ആരുമില്ലല്ലോ, ഞാൻ തന്നെ പോയിട്ട് എണീച്ചിട്ട് കുടിക്കണ്ടേ, വാങ്ങിയിട്ട് കുടിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ പോയിട്ട് എണീച്ചിട്ട് ഒരു കോഫിയൊക്കെ കുടിച്ച്, കോഫി അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ എന്താണ്, ഈ കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഓവർ മധുരമായിരിക്കും, പക്ഷെ എന്നാലും നല്ല അടിപൊളിയാണ്. അങ്ങനെ മൂവി കഴിഞ്ഞു കേട്ടോ. ഞാൻ തുടരും സിനിമ കാണാനാണ് പോയത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് സങ്കടവും ഇഷ്ടപ്പാടും എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ എസ് എം പാർക്ക് ഇറങ്ങി. എനിക്ക് പയ്യാമ്പലം പോകണേ. അപ്പോൾ എസ് എം പാർക്ക് എടുത്ത് എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് ഫലൂഡ നാഷണലിലെ കോൾഡ് കോഫി കുടിക്കാൻ. എനിക്ക് ഇവിടുത്തെ കോൾഡ് കോഫി ഞാൻ അഡിക്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടെ കയറുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് മാത്രമേ കുടിക്കത്തുള്ളൂ. എനിക്ക് ഫലൂഡാസ് അങ്ങനെ ഒന്നും കഴിക്കുന്നതുള്ള ഇഷ്ടമല്ല. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക്, നിങ്ങൾ ചിന്തിക്കുക, ഞാൻ ഒറ്റയ്ക്കേനു എൻ്റെ സീറ്റിൽ അപ്പുറത്ത് ആരുമില്ല. ഞാൻ വിചാരിച്ച ആൾക്കാർ എന്നെ തന്നെ നോക്കും, അങ്ങനെയാക്കും ഇങ്ങനെയാക്കും, ഒറ്റയ്ക്കുള്ളതുകൊണ്ട് അങ്ങനെയെല്ലാം ആക്കുന്നത്. പക്ഷെ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ, ഇവർ നമ്മൾ ഒറ്റക്കാണോ ഇതാക്കണോ അങ്ങനെയൊന്നും എനിക്ക് തിയേറ്ററിലോ ഇവിടെയോ ഒന്നും ഫീൽ ആയിട്ടില്ല. പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വന്നെങ്കിലും ഒന്ന് അതിനെ ഓവർകം ചെയ്യാനുള്ള കുറച്ച് ഗഡ്സ് വേണം കേട്ടോ. ഇപ്പം നമ്മൾ അറിയാത്ത സ്ഥലത്തെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നു പറഞ്ഞിട്ട് പോയാൽ ഒന്നും നടക്കൂല. എനിക്കിപ്പോൾ ഈ ഒരു പ്ലേസ് നല്ലോണം നന്നായിട്ട് അറിയാം. കാരണം ഇവിടെ ഞാൻ 3 വർഷമായിട്ട് ഉണ്ടായതേനു. അതുകൊണ്ട് പടന്നപ്പാലം, എസ് എം പാർക്ക്, പയ്യാമ്പലം ആ ഒരു ഏരിയയിൽ ഞാനിങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് പെരങ്ങിയിട്ടുണ്ടായവളാണ്. അല്ലാണ്ട് ഞാൻ വേറെ ഇങ്ങനെ ഒരുപാട് പുറത്തൊന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുമെന്ന് തോന്നുന്നില്ല. കാരണം എനിക്കങ്ങനെ കണ്ണൂരത്ത് അങ്ങനെ സ്ഥലമൊന്നും അറിയില്ല. എൻ്റെ നാട്ടിലത്തെ അത്ര നന്നായിട്ട് അറിയില്ല. എന്നാലും അങ്ങനെ ഒറ്റയ്ക്ക് പോയാൽ പോകില്ല. പക്ഷെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം അറിഞ്ഞിട്ട് എല്ലാം ഓക്കെ ആണെന്നുള്ള പ്ലേസിൽ പോകാം. അല്ലാണ്ട് ഞാൻ ഇങ്ങനെ പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പോയിട്ടുള്ള എക്സ്പീരിയൻസ് അടിപൊളിയാണ്. വീണ്ടും ഇട വേണമെങ്കിലും പോയി കഴിഞ്ഞാൽ കുറച്ച് ഗൈഡ്സ് ഒക്കെ ഉണ്ട്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യം മുതലേ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഞങ്ങളുടെ ഈ ഫ്ലാറ്റും. ഇപ്പൊ ഒരു ദിവസം ഒരാളാ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് കണ്ടിട്ടുണ്ടാവും. ഞാനിവിടെ വന്നിട്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നത് ആ ഫ്ലാറ്റിലാണ് നമ്മൾ ഉണ്ടായത്. ഇപ്പം നമ്മൾ വീട്ടിലോട്ട് മാറിയത്. അപ്പോൾ അവരോട് കണ്ട് സംസാരിച്ചിട്ടുള്ള ഒരു ഓർമ്മ പുതുക്കിയതുപോലെ ഇപ്പം ഞാൻ നേരെ പോകുന്നുള്ളത് പയ്യാമ്പലത്ത്. ഇവിടെ ഒരു 5 മിനിറ്റ് നടന്നാൽ മതി കേട്ടോ പയ്യാമ്പലത്തേക്ക്. ഇതാട്ടോ പോകുന്ന റൂട്ട്. ഇത് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടാവും, എനിക്കറിയില്ല. ഞാൻ മുമ്പ് ഇതിൻ്റെ വ്ളോഗ് ഇട്ടിന് പോകുന്നത്. പയ്യാമ്പലം പോകുന്നത് ഇവിടെ നടന്നിട്ട് പോകുന്നതിൻ്റെ. അങ്ങനെ ഞാൻ പയ്യാമ്പലം എത്തിയിട്ടാ. ഇത് ഈ പയ്യാമ്പലം എന്ന് പറയുന്നത് എനിക്കൊരു പ്ലേസ് ഓഫ് പീസ് എന്ന് പറയാമല്ലോ. എൻ്റെ മെൻ്റലി ഹെൽത്ത് എത്ര ബാഡായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ലെവൽ ചെയ്യാൻ എനിക്ക് പറ്റിയ പ്ലേസ് എന്ന് പറയുന്നത് പയ്യാമ്പലമാണ്. എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. എനിക്ക് ഒരുപാട് ഇഷ്ടം. ബീച്ചിൽ വെച്ചിട്ട് എനിക്ക് ഇത്രക്കും പോസിറ്റീവ് എനർജി കിട്ടുന്ന വേറൊരു ബീച്ച് ഉണ്ടാവില്ല. ഇവിടെ ഞാൻ കുറച്ചധികം സമയം ഉണ്ടായിട്ട്, പക്ഷെ അങ്ങനെ കുറേ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. കാരണം എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് ഞാൻ ഫോണ് എടുത്തിട്ടില്ല. അത് ഞാൻ തിരിച്ചു വരുന്നത് ചേട്ടൻ. സുഖല്ലേ? എങ്ങനെയുണ്ട്? ഇപ്പൊ ഇവിടെ കുറെ ആൾക്കാരല്ലേ വന്നല്ലോ പുതിയ? മറ്റൊരു പറഞ്ഞോ അല്ല നമ്മളെ റൂമിലൊക്കെ ആള് വന്നു. അങ്ങനെ എൻ്റെ സോളോ ഡേറ്റിന് ഞാൻ അന്ത്യം കുറിക്കുകയാണ്. ഇപ്പോൾ വീട്ടിലാരുമില്ല. അതെന്തായാലും നേരെ വീട്ടിലോട്ട് പോകാമെന്ന് വെച്ചാൽ റെസിൻ്റെ ഉറക്കെ ഞാൻ ഇങ്ങോട്ട് പോകുമ്പോൾ കുറേ മുഴപ്പിലങ്ങാട് പോയി. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾക്ക് റെസിൻ്റെ ഉറക്കെ മുഴപ്പിലങ്ങാട്ടൊക്കെ പോയി. അവർക്ക് ഫിലിമിന് ടിക്കറ്റൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ വെറുതെ നിൽക്കുക, ഞായറാഴ്ചയല്ലേ. അതുകൊണ്ട് അവർ നേരെ മുഴപ്പിലങ്ങാട്ട് പോയി. ഞാനിവിടെ പയ്യാമ്പലത്തിൽ ഞാൻ നടന്നു. ഞാൻ ഈ സ്ഥലത്തെല്ലാം കുറേ നാൾ നടന്നല്ലേ, ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി അവിടെ അടുത്തോളം നടക്കലാണ്. അങ്ങനെ എൻ്റെ സോളോ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. സോളോ ഡേറ്റ് ഞാനിവിടെ വരയ്ക്കുന്നത് ഇറിട്ടായി, കുറച്ചധികം ഇറിട്ടായി. ഞാൻ കുറച്ചങ്ങോട്ട് നടന്നെങ്കിൽ ക്ലിയർ ഉണ്ടാവില്ല. ഞാൻ തിരിച്ചു വരുമ്പോൾ കുറച്ച് ലേറ്റായി കേട്ടോ. നിങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ഒരുപാട് കാര്യമൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കുറേ കട്ട് ചെയ്തിട്ട് പയ്യാമ്പലത്തിലൊക്കെ ഒരേ സമയം ഇത് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് ഞാൻ എൻ്റെ മിനി വ്ളോഗിൽ ഞാൻ ആഡ് ചെയ്യാം. എന്നിട്ട് ഇപ്പം ഞാൻ വീട്ടിലോട്ട് പോകാൻ ഏകദേശം ഒരു 7 മണി 7:30 ആയിരുന്നു ഞാൻ വീട്ടിലോട്ട് എത്താനായിട്ട്. അപ്പോൾ വീട്ടിലെത്താനായിട്ട് വീട്ടിൽ ആരുമില്ല.
പൊരിക്കത്തിൽ ഞാൻ ആദ്യം കഴിക്കാൻ നിന്നതില്ല ഈ ഒരു ബ്രൗണി, അത് ഞാൻ പയ്യാമ്പലത്തിൽ നിന്ന് മേടിച്ചതാട്ടോ. ഞാൻ ഇതുവരെ ബ്രൗണീസ് കഴിച്ചിട്ടുണ്ടായിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം കൊണ്ട് ഞാൻ മേടിച്ച് ഇതിന് കഴിച്ച് നോക്കിയിട്ടാകുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ടൈപ്പല്ല, അതായത് എനിക്ക് ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല, ഇങ്ങനത്തെ ഒരുപാട് ചോക്ലേറ്റ് ആയിട്ടുള്ളത്. പക്ഷേ സംഭവം സെറ്റ് ചെയ്യുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ എന്താ വെക്കാൻ, ഇനി എല്ലാം കഴിഞ്ഞല്ലോ, ഇനി എനിക്ക് കുറച്ചുകൂടി സെറ്റാവാൻ വേണ്ടി ഞാൻ കുറച്ച് ഡ്രാമാസ് ഒന്ന് ബാക്കിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് കാണാനിരുന്നു. ഗായ്സ്, അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് സോളോ ഡേറ്റ് കഴിഞ്ഞിട്ട് പൊരുക്കെത്തിയിട്ടുണ്ട്. എക്സ്പീരിയൻസ് ചോദിച്ചെങ്കിൽ അടിപൊളി. ഞാൻ പയ്യാമ്പലത്ത് പോയിട്ട് കുറേ സമയം ഇരുന്നേ. ആ സമയത്ത് എനിക്കുണ്ടായ ഒരു സാറ്റിസ്ഫാക്ഷൻ, മെൻ്റലി ഭയങ്കര, ഞാൻ അധികം ഭയങ്കര ഡൗൺ ആയിട്ട് സമയത്ത് ആ സൈഡെങ്കിലും പോയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന്. അതിന് ഏറ്റവും ബെസ്റ്റ് പ്ലേസ് കണ്ണൂരിൽ ഞാൻ പറയുന്നത് പയ്യാമ്പലമാണ്. അവിടുത്തെ കാറ്റും നമുക്ക് കാണാൻ നമുക്ക് ഭയങ്കര കുറേ ആൾക്കാരാണ് ഇങ്ങനെ കളിക്കുന്നൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓൾറെഡി ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഉള്ളിലൊരു സന്തോഷം വരും. അത് ഫാമിലി ആയിട്ട് പിള്ളേരെ കളി, എനിക്ക് എൻ്റെ ഈ സോളോ ഡേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നിങ്ങളിങ്ങനെ അതായത് ഭയങ്കര ബീജാറിലെല്ലാം എടുക്കുന്നത്, ഇങ്ങനെ ഒരിക്കൽ പുറത്തൊക്കെ പോയി നോക്കി, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക, ഇതൊക്കെ വലിയ കാര്യമാണ്. ഇന്ന് ഞാനിത് സർവൈവ് ചെയ്തു. അതായത് ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോയി, റെസ്റ്റോറൻറ്റിൽ പോട്ടെ ഒരു കോഫി കുടിക്കാൻ കയറി, പിന്നെ ബീച്ചിൽ പോയി, ഇതൊക്കെ പോയി വന്ന എനിക്ക് തോന്നി ഇനി എൻ്റെ ലൈഫിൽ ഞാൻ ഇനി ഒറ്റക്കായാലും എനിക്കത്ര വലിയ കുഴപ്പമുണ്ടാവില്ലാന്ന്. എനിക്ക് ഒറ്റയ്ക്കെല്ലാം സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും ഐ എം വെരി ഹാപ്പി ഫോർ ദിസ്. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇനി എനിക്ക് കുറച്ച് നെറ്റ്ഫ്ലിക്സ് നോക്കണം, എൻ്റെ സീരീസ് ബാക്കിയായിട്ടുണ്ട്, ഫോൺ ചാർജ് വെച്ചിട്ട് അതൊക്കെ നോക്കണം. ഇൻഷാ അല്ലാ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെക്കും ചാച്ചാ. പിന്നെ എനിക്ക് പോയിട്ട് മൊത്തത്തിൽ എക്സ്പെൻസ് എത്രയെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഞാൻ ടോട്ടൽ അറൗണ്ട് ഒരു 500 റുപ്പീസിൻ്റെ അടുത്തേക്കുള്ള എനിക്കായിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറക്കാം. ഞാൻ വേണമെങ്കിൽ എക്സ്ട്രാ എനിക്ക് കുറച്ച് ചോക്ലേറ്റ്സ് മേടിച്ചു, പിന്നെ ബ്രൗണി മേടിച്ചിട്ടുണ്ടേനും. അത് ഞാൻ ഇതുവരെ തിന്നാത്തത് കൊണ്ടാണ് ഞാൻ മേടിച്ചതേനും. അത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം, അങ്ങനത്തെ സ്കിപ്പ് ചെയ്യാം. അൺവാണ്ടഡ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. എന്നാലും നിങ്ങൾക്ക് പോയിട്ട് വരാം. സത്യത്തിൽ പൈസ ഓർത്തിട്ട് നിങ്ങൾ ഒരിക്കലും പോകാണ്ടിരിക്കരുത്. ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് പോകുന്നതിന് ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല കേട്ടാ, അതും വൈബാണ്. പക്ഷേ ഇങ്ങനെ ഒറ്റക്കൊന്ന് പോയി വെക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ഒത്തിരി ചാച്ചാ.